അല്ല എവരിവൺ, കാലൊന്ന് ജസ്റ്റ് മടങ്ങിയതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് എങ്ങനെയാണ് ഫ്രാക്ചർ വരുന്നത്? അപ്പോൾ ഇങ്ങനെ സാധാരണ ഉണ്ടാകുന്ന ഒരു ഫ്രാക്ചറാണ് ജോൺസ് ഫ്രാക്ചർ എന്നുള്ളത്. അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് നമ്മുടെ പാദമാണല്ലോ, ഈ പാദത്തിൽ 5ാമത്തെ എല്ലാണ് ഇത്, 5th മെറ്റാടാർസൽ എന്ന് പറയും. അതിൻ്റെ ബേസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ജോൺസ് ഫ്രാക്ചർ ഉണ്ടാകുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവഴി ഒരു ടെൻഡൻ എന്ന് പറയുന്ന ഇത് പോകുന്നുണ്ട്. അതിവിടെ ഇങ്ങനെ പോയി ഇവിടെയാണ് ഇത് അറ്റാച്ച് ആവുന്നത്. അപ്പോൾ നമ്മുടെ പാദം ഇതുപോലെ മടങ്ങുമ്പോൾ ഈ ടെൻഡൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടും വലിക്കും, ഈ എല്ല് ഇങ്ങോട്ടും വരും. അപ്പോൾ ആ പ്രഷർ വരുമ്പോൾ ഇവിടെ പൊട്ടും. ഇതൊരു കോമൺ ആയിട്ടുള്ള ഫ്രാക്ചറാണ്. അപ്പോൾ ആളുകൾ യൂഷ്വലി കംപ്ലൈൻറ്റ് ചെയ്യാറ് പാദം ജസ്റ്റ് ഇങ്ങനെ പോയതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഇവിടെ ഫ്രാക്ചർ വന്നു എന്നുള്ളതാണ് കംപ്ലൈൻറ്റ് വരാറ്. അതാണ് ജോൺസ് ഫ്രാക്ചർ. അപ്പം നീരൊക്കെ ഉണ്ട്, വേദന ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഓർത്തോപെഡീഷ്യനെ കാണേണ്ടതാണ്. ജോൺസ് ഫ്രാക്ചർ.